ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നത്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കുഞ്ഞിപ്പത്തിരി, ചിക്കൻ പിടി, ഓരോരോ നാട്ടിലേക്ക് ഓരോരോ മോഡലിലേക്കും പേര്. നമ്മളെ നാട്ടിലേക്ക് കുഞ്ഞിപ്പത്തിരി എന്നാണ് പറയൽ. അതാണ് കേട്ടോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ 900 ഗ്രാമിൻ്റെ ചിക്കനാണ് കേട്ടോ എടുത്തത്. അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്താണ്. അതിലേക്ക് സവാള, തക്കാളി, ഇഞ്ചി, പച്ചമുളക്, എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കുക കേട്ടോ. അതിലേക്ക് തന്നെ പൊടികളും ചേർക്കുന്നുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണ്, ഇത് ചിക്കൻ മസാലപ്പൊടിയാണ് കേട്ടോ, അത് 1 ടീസ്പൂണ്. ചിക്കൻ മസാലപ്പൊടി ഞാൻ 2 സ്പൂണാണ് ഇട്ടത്. അത് എൻ്റെ സ്പൂണ് ചെറിയ സ്പൂണാണ് കേട്ടോ, അതാണ് 1 ടീസ്പൂൺ എന്ന് പറഞ്ഞത് കേട്ടോ. പിന്നെ 1/2 ടീസ്പൂണ് മുളകും പൊടി. ആ പൊടികൾ മാത്രമേ ഞാൻ ചേർക്കാറുള്ളൂ കേട്ടോ ഇതിൽ. പിന്നെ ഉപ്പും. ഇതേപോലെ തന്നെ ബീഫിലും ഉണ്ടാക്കാം കേട്ടോ. ബീഫിൽ ഇതേ റെസിപ്പി ഫോളോ ചെയ്താൽ മതി. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ചിക്കനിലേക്കൊക്കെ ഒന്ന് മസാല പിടിക്കുന്ന തക്കത്തിൽ മിക്സ് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പിലയും ഇടുക. അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ പിന്നെ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് വേവിക്കാൻ വെക്കുന്നത്. നിങ്ങളിപ്പോൾ ഉപ്പൊക്കെ പാകമാണോ നോക്കണം കേട്ടോ, റെഡിയാണോ. ഇതിൽ റെഡിയിൽ ചിക്കനിൽ പിടിക്കാൻ തക്കത്തിലൊക്കെ ഉപ്പ് നിന്നോട്ടെ. 2 സ്പൂണ് വെളിച്ചെണ്ണയും ചേർക്കുന്നുണ്ട് കേട്ടോ ഞാൻ. ഇതൊരു 10 മിനിറ്റ് മതി കേട്ടോ കുക്കാവാൻ. വേഗം കുക്കാവുന്ന ഫ്രഷ് ചിക്കനാണ് ഞാൻ എടുത്തത്. എനിക്കൊണ്ട് 10 മിനിറ്റ് മതി. ചിക്കനൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി കുഞ്ഞിപ്പത്തിരി ഉണ്ടാക്കാൻ പോകാം കേട്ടോ. പത്തിരി ഉണ്ടാക്കുന്ന അതേ സെയിം മെത്തേഡ് തന്നെയാണ്. വെള്ളവും ഉപ്പും കൂടി തിളപ്പിക്കാൻ വെക്കാം നമുക്ക്. ഞാൻ ആ കപ്പിന് 2 കപ്പാണ് പത്തിരിപ്പൊടി എടുത്തത് കേട്ടോ. ഇത് വറുത്ത പത്തിരിപ്പൊടിയാണ് കേട്ടോ. വെള്ളം നല്ല വെട്ടിത്തിളച്ചതിന് ശേഷം പൊടി ഇടാൻ പാടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ നന്നാവില്ലേ. ഇത് നല്ല ടൈറ്റാക്കി ഞാൻ കുഴക്കുക. ഇതൊന്ന് ഇത്തിരി ഒരു ലൂസാക്കി ഞാൻ കുഴക്കണം. പൊടി ഇടുന്നതിൻ്റെ മുമ്പ് ഉപ്പ് റെഡിയാണോ എന്ന് നോക്കിയിട്ട് പൊടി ഇടാൻ പാടുള്ളൂ കേട്ടോ. ഉപ്പ് ഇത്തിരി ഒന്ന് അധികം വേണം കേട്ടോ. ഇനി പൊടി ഇട്ട് ഞാൻ നല്ലോണം സിമ്മിലിട്ട് ഞാൻ ചെറുതായിട്ട് ഒന്ന് ഇളക്കി എടുക്കട്ടോ. ഞാൻ അന്നേരം തന്നെ ആ ചൂടെടുക്ക തന്നെ കുഴക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരുപാട് കൈകൾ വരുന്നുണ്ട്. മക്കളാണ് ഹെൽപ്പ് ചെയ്തിരുന്നത്. പല വലുപ്പത്തിലും പല രൂപത്തിലാണ് വരുന്നത്. ആ ടാസ്ക് അവർക്ക് കൊടുത്ത്. പിന്നെ തേങ്ങ ചെറുതായിട്ട് ഞാനൊന്ന് ഫ്രീസറിൽ വെക്കുന്ന തേങ്ങ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇഡ്ഡലി ചെമ്പ് ഞാൻ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലാണ് കേട്ടോ ഞാൻ കുഞ്ഞിപ്പത്തിരി ആവി കയറ്റിയെടുക്കുന്നത്. ഇവിടെ നല്ല തണുപ്പായത് കൊണ്ട് തേങ്ങ ഒക്കെ നല്ല ഫ്രീസായി കിടക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് തണുപ്പില്ലാത്ത തേങ്ങ ആണെങ്കിൽ നാട്ടിലൊക്കെ ആണ് അന്നേരം പൊട്ടിച്ചെടുക്കുകയല്ലേ ചെയ്യുക. അത് ഫ്രഷ് ആയിട്ട് തന്നെ ആയിരിക്കും കേട്ടോ. വെള്ളമൊക്കെ തെളിച്ച് ഞാൻ ആവി കയറ്റാൻ വേണ്ടിയിട്ട് കുഞ്ഞിപ്പത്തിരി അതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. കുഞ്ഞിപ്പത്തിരി കുക്കാകാൻ വേണ്ടിയിട്ട് ഒരു 20 മിനിറ്റൊക്കെ മതി കേട്ടോ. പിന്നെ ഒരുപാട് കുത്തി നിറച്ച് ഞാൻ ഇടരുത് കേട്ടോ. അതിനൊന്ന് ആവി കയറാനുള്ള
ടൈപ്പിലേ ഇടാൻ പാടുള്ളൂ. ഞാൻ 2 ബാച്ചായിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഫസ്റ്റ് ബാച്ച് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ തേങ്ങ അവിടുന്ന് ചൂടാവുന്നുണ്ട് കേട്ടോ. തേങ്ങ ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഞാൻ അതിലേക്ക് ചിക്കൻ മസാലപ്പൊടിയാണ് കേട്ടോ ഞാനിട്ടത്. 1/2 ടീസ്പൂണാണ് ഇട്ടത്. തേങ്ങയിൽ ഞാൻ ചെറിയുള്ളിയും വലിയ ജീരകവും ചേർത്തിക്കണം കേട്ടോ. അന്നേരം തന്നെ ഞാൻ അരച്ചെടുക്കുകയും ചെയ്യണ്ടേ. ഇളം ചൂടുവെള്ളത്തിലാണ് ഞാൻ അരക്കുന്നത്. നല്ല പേസ്റ്റാക്കി അരക്കണം. ചിക്കന് വെന്ത് വന്നപ്പോൾ തന്നെ അതിലുള്ള വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് ഞാൻ ഒന്ന് ഇളക്കി തിളപ്പിച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ കുഞ്ഞിപ്പത്തിരി അതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ കുഞ്ഞിപ്പത്തിരി ആഡ് ചെയ്യാണ്. ഇതെല്ലാം കൂടി ആ ഗ്രേവിയിലേക്ക് ഇടുകയാണ്. ഇട്ടതിന് ശേഷം നല്ലോണം ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. അത് കുത്തി ഇളക്കി ഇങ്ങനെ മറിക്കരുത്. അതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഇപ്പം ഒരു ഗ്രേവിയൊക്കെ ഉള്ളതുപോലെ തോന്നും. അത് ഒരു 10 മിനിറ്റ് വെച്ചാൽ ഇത് നല്ലോണം വറ്റി വരും കേട്ടോ. ഞാനിങ്ങനെയാണ് ഉണ്ടാക്കാറ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുഞ്ഞിപ്പത്തിരി റെഡിയായി. എൻ്റെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.